നമ്മുടെ കല്ലാമ സതീഷാണ് ജാഥ ക്യാപ്റ്റൻ. അത് പറ്റത്തില്ല. എന്റെ മച്ചമ്പി ഇവിടെ ഇരിക്കുമ്പോൾ മച്ചമ്പി ക്യാപ്റ്റനായിട്ടുള്ള ജാഥയിലെ ഞാൻ പങ്കെടുക്കൂ. കല്ലാമ സതീശൻ വരുമെന്ന് അവന്റെ 6-ാം മാനിക്ക് കൊടിക്കമ്പ് വെച്ചടിക്കും. റൊണാൾഡേ, ഇതൊക്കെ അച്ചടക്ക ലംഘനമാണ്, ഇതൊന്നും പാടില്ല. പാർട്ടി തീരുമാനമാണ്, നമ്മളതനുസരിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ ബുക്കൊന്നും എടുത്തെറിയാൻ അതും പാടില്ല കേട്ടോ. ഇതൊക്കെ അച്ചടക്ക ലംഘനത്തിൽ വരും. ഇത് ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ സമാധാനമായിട്ട് പറഞ്ഞു തരണമെന്നുള്ളേ ഉള്ളൂ. ഇതുപോലെ പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ ഒന്നുകൂടെ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ അപ്പക്കൂടെ സാറുമായിട്ട് ആ മീറ്റിങ്ങിൽ ഒന്ന് പോയിട്ട് വരാം. മച്ചമ്പി, ഈ കളർ ബുക്കേ ഉള്ളൂ, വേറെ പച്ച മഞ്ഞയും ചുവപ്പും അതൊന്നുമില്ലേ? എൻ്റെ പൊന്ന് റൊണാൾഡോ, നീ ആദ്യം ഇതൊന്ന് പുഴുങ്ങി തിന്നാൻ പറഞ്ഞാൽ നീ ചിലപ്പോൾ തിന്നുകളെ. നീ ഇത് ആദ്യം ഒന്ന് പഠിക്കും കേട്ടോ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന് വഴി തന്നെ. പിന്നെ അച്ചമ്പി അല്ല, അത് വീട്ടിൽ നേതാവ് കേട്ടല്ലോ. ശരി, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാൻ സാറേ. ഞാൻ നോക്കിക്കൊള്ളാം. മച്ചമ്പി എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലേ? അയ്യോ, ഈ മനുഷ്യൻ അവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടത്തിന് മുമ്പ് കമാന്ന ലക്ഷണം വേണ്ടില്ല. പൂച്ചയാണ്, പഞ്ചപാവം. ഇവിടെ ഒന്നും നരസിംഹം മാതിരി. റൊണാൾഡേ, അപ്പക്കുട്ട സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺകണ്ട ദൈവമാണ്. അദ്ദേഹം നമ്മുടെ പാർട്ടിയുടെ സമുന്നതനാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കണം. എന്നോടുള്ള ബഹുമാനത്തിന് ഒരു കുറവും വേണ്ട. ഞാൻ പാർട്ടിയുടെ പ്രാദേശിക സെക്രട്ടറിയാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നാളത്തെ വാഹന പ്രചരണ ജാഥയ്ക്ക് സാധാ ഊണാണോ ബിരിയാണിയാണോ? ഇവിടെ നിനക്ക് എപ്പോഴും ഈ തീറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. അതെങ്ങനെ നേതാവിന് പറ്റിയ അളിയൻ തന്നെ എന്തായാലും നില്ലേ ആ കോളം ഷർട്ടിട്ട് വയ്ക്കുന്ന ആ ഉയ്ത്തോലിയെ കണ്ടായിരുന്നോ? ആ ഈച്ചയുടെ ഷർട്ട് ഇട്ടിരിക്കുന്നത് അവനെ എനിക്കൊരു പണി തന്നവനാ. എന്ത് പണി? പോലീസുകാർ മുമ്പ് എന്നെ ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോയവനാ. മിണ്ടല്ലേ. ചായ തരണോ? ഓർമ്മയുണ്ടടാ ഈ മുഖം? കണ്ണാടി പോലീസുകാരുടെ മുമ്പിലോട്ട് എന്നെ ഇട്ട് കൊടുത്തിട്ട് പോയാ നീ ഒരിക്കലും എന്റെ മുമ്പിൽ വന്ന് പെടത്തില്ലെന്ന് കരുതിയോടാ. എടാ പറക്കം കിടന്ന് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തില്ല. നിങ്ങൾ തോന്നണം ഞാൻ എന്റെ അണ്ണനെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുവോ? അങ്ങനെ ഇട്ട് കൊടുത്തില്ലേ? അഹങ്കാരം നമ്മുടെ പാർട്ടി കയറാമാ. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടി അണികളോട് കാണിച്ചോണ്ടല്ലേ നമ്മൾ ഒട്ടും ക്ഷമിക്കില്ല. പോലീസുകാർ എന്നെ കൊണ്ടൊന്ന് TR ജയിലിൽ കിടക്കുന്നു. എടാ അടിപൊളി വെട്ടിമുറ്റക്ക് റൊണാൾഡിന് പുല്ലാണ്. പക്ഷെ ചതി അത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എന്റെ അണ്ണ അവന്റെ സ്വഭാവം വെച്ച് മിക്കവാറും അത് നടക്കും കേട്ടോ. നമുക്ക് മുങ്ങിയാലോ? പക്ഷെ നീ വാ, നമുക്ക് നോക്കാം എന്തോന്നുള്ളത്. പോലീസുകാരുടെ മുമ്പ് എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് പറന്നു പോകാനല്ലേ നീ പറന്ന് വീട്ടിൽ പോയാൽ മതി. പേരല്ലേ ഉള്ളണ പറക്കണത്, അല്ലാതെ പറക്കാൻ പറ്റില്ല. നിങ്ങൾ താണ തരത്തില്ല. തരാൻ പറയണ ഉണ്ടെന്നു മൊത്തം വലിച്ചൂരി എടുത്ത്. അതും കൂടെ റൊണാൾഡേ, അവനൊന്നുമില്ല നിൽക്കുന്നല്ലേ. മുഴുവനായിക്കട്ടെ. വസ്ത്രക്ഷേമ പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കില്ല, അത് ചട്ടലംഘനമാണ്. അവന്റെ കൂട്ട് ചട്ടയിട്ടുണ്ട് അവിടെ നിൽക്കണോ? ഞാൻ നിന്ന് ശരിയാവൂല. എനിക്ക് വേണ്ട. നിന്ന് സംസ്ഥാന സമ്മേളനം പറന്ന് വീട്ടിൽ പോകുന്നത് എനിക്ക് കാണാം. റൊണാൾഡിന്റെ അടുത്ത് കളിച്ചാൽ 8 മണി തിരിച്ചു കിട്ടും. നീ ചെവിയെന്നുള്ളി ഓർത്തോടാ. എനിക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വരുന്നല്ലേ? പുതിയ ബിസിനസ് നമുക്ക് ലാഭം കണ്ടുപിടിക്കാൻ തരത്തില്ല. കത്തിച്ചാളാൻ തരത്തില്ലല്ലോ. വെറുമുടാൻ കാണാ ഇത്. റൊണാൾഡോ അത് കൊടുത്തിട്ട് പോകണ. അയ്യോ കൊണ്ടുപോകണം. നീ ഇത് വെച്ച് നാണം മറച്ചോ? ഇത് വെച്ച് കണ്ണ് മാത്രമേ മറക്കാൻ പറ്റുള്ളൂ. മറക്കാൻ പറ്റുന്ന പല സാധനങ്ങളും കൊണ്ടുപോകണം.